രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ രമേശ് ചെന്നിത്തലയുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ബന്ധുനിയമനാരോപണം. ശാസ്ത്രീയതര വിഭാഗങ്ങളിലെ ജനറൽ മാനേജർ, സീനിയർ മാനേജർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള തസ്തികകളിലാണ് അനധികൃതമായി ജോലി നേടിയതായി ആക്ഷേപം. സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്ന കെ ദീപുവാണ് സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്. ഇപ്പോഴത്തെ ബന്ധുനിയമന വിവാദങ്ങൾക്ക് പിന്നാലെയാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ നിയമനങ്ങളും വിവാദമാകുന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ബന്ധുക്കളായ അമ്പിളി എസ് നായർ, ആശാ നായർ, കൊടിക്കുന്നിൽ സുരേഷിന്റെ ബന്ധു സുമജ, ശരത്ചന്ദ്ര പ്രസാദിന്റെ ഭാര്യ ജിജി, ഇങ്ങനെ നീളുന്നു സ്ഥാപനത്തിലെ സ്ഥിരജോലിക്കാരായ കോൺഗ്രസ് നേതാക്കളുടെ ബന്ധുക്കളുടെ എണ്ണം. ഇവരെല്ലാം ശാസ്ത്രേതര വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരാണ്. സ്ഥാപനത്തിലെ 10 നിയമനങ്ങൾ അനധികൃതമാണെന്ന് കാട്ടി സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാരനായിരുന്ന കെ ദീപുവാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ദീപുവിന്റെ പരാതിയിൽ കഴിഞ്ഞ വർഷം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് നിർദ്ദേശിച്ച് അന്നത്തെ DGP ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ 1 വർഷം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ലെന്ന് മാത്രമല്ല, ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല കേന്ദ്ര നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരിന് നടപടിയെടുക്കാനാവില്ലെന്ന് നോട്ടെഴുതി ഫയൽ ക്ലോസ് ചെയ്തു. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഭാര്യയുടെ അനിയത്തി സഹിതമുള്ളവർ അവിടെ വർക്ക് ചെയ്തിരുന്നാൽ എന്റെ DGPയുടെ റിപ്പോർട്ട് രമേശ് ചെന്നിത്തല തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ ശ്രീ രാജേന്ദ്ര പ്രസാദിന്റെ മകൾ സഹിതമുള്ള വ്യക്തികൾക്ക് അവിടെ നിയമനം നൽകിയിട്ടുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാര്യ, ശരത്ചന്ദ്ര പ്രസാദിന്റെ ഭാര്യ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ പെങ്ങളുടെ മകൾ തുടങ്ങിയ തെന്നല ബാലകൃഷ്ണയുടെ ബന്ധു തുടങ്ങിയ വ്യക്തികൾക്കും അവിടെ അനധികൃതമായ നിയമനം നടത്തിയിട്ടുണ്ട്. നിയമനങ്ങളിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കും ദീപു പരാതി അയച്ചിട്ടുണ്ട്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.